ഇത് കണ്ട ആന്ധ്രാപ്രദേശേ കണ്ട ഹൈവേന്ന് ഇതാ പാർക്കിംഗ് ആണ്. കണ്ടുപഠിക്ക് നമ്മുടെ കേരളം കണ്ട അതാ ഏക്കർ കണക്കിന് ഇത് ഹൈവേ ആന്ധ്രാപ്രദേശ് പാർക്കിങ് കണ്ട എത്ര വണ്ടിക്ക് നിർത്താം. ഇവിടെ ഇതാണ് ഒരു ഇത്, എത്ര കാശ് കൊടുത്താലും ഇവിടെ നോ പ്രോബ്ലം. ഇതാണ് ബാത്റൂം എല്ലാം ഉണ്ട്. അതാ അവിടെ ആ ഷെഡ് കിടക്കാനുള്ളത്, ബാത്റൂം എല്ലാം ഫ്രീ. എത്ര ഇത് വേണമെങ്കിലും നിർത്താം. കേരളത്തിൽ മാത്രമേ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന സ്ഥലമില്ല തരും. ബാത്റൂം ഫെസിലിറ്റി എല്ലായിടത്തും കിട്ടും. നമ്മളൊരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഫുൾ സർവേയിൽ ക്യാമറയാണ്, അതെല്ലാം ഉണ്ട്. ഇവിടെ മാത്രമേ എതിർക്കും. ഞാൻ പോകാത്ത രാജ്യങ്ങൾ മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, തെലുങ്കാന കളവ് പോയി എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. അവർക്ക് ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം നമുക്ക് മാത്രമുള്ള. ഇവിടെ ഈ വണ്ടി വെച്ച് ഈ 163 മുട്ടത്ത് ജംഗ്ഷനിൽ കൊണ്ട വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോറിക്കാരൻ, നമ്മൾ ചിലപ്പോൾ വന്നിട്ട് ക്ഷീണം കാരണം കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് വരുന്നതാണ്. ഇവിടെ വന്ന് കിടക്കും. ഇവിടെ വന്ന് കിടന്ന് കഴിയുമ്പോഴത്തേനും ഉറങ്ങിപ്പോവും. സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോവും. ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞ് നമ്മൾ കള്ളു കുടിച്ചിട്ടാണ് കിടക്കുന്നത്. ഇതൊരാളും കള്ളു കുടിച്ചിട്ടൊന്നും അല്ല കിടക്കുന്നത്. ഇതെല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണ് പോയി. അതുപോലെ ഇന്നലെ എൻ്റെ വണ്ടിയിൽ 2 ചക്കന്മാര് കയറി. ഞാൻ വന്നപ്പോഴത്തേനും അമ്മാരെ ഇറങ്ങി ഓടി. അമ്മാരെ കിട്ടാൻ പറ്റിയില്ല, കിട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഇവിടെ നിലവിൽ ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. ഈ പോലീസുകാർ ഈ മുട്ടം ജംഗ്ഷൻ 163 പോസ്റ്റിന്റെ ഇപ്പുറത്തായിട്ട് വണ്ടിയിൽ പോലീസുകാരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ എല്ലാവരെയും പിടിക്കാൻ പോലീസുകാരുണ്ട്. എല്ലാ കേസിനും കള്ളു കുടിക്കാനും പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്, വണ്ടിക്കാരെ ടാക്സ് വെട്ടിക്കാനും പിടിക്കാനുണ്ട്, എല്ലാത്തിനും വണ്ടിക്കാരുണ്ട്. ഇതിന് മാത്രം ഒരാളുമില്ല. ഈ വണ്ടിക്കാര് നിങ്ങൾക്ക് വേണ്ടി സാധനം കൊണ്ട് തരുന്നതല്ലേ, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു തരുന്നതല്ലേ, ഞമ്മക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അതിന് പോലും ഇവരാരും നമ്മൾ കൊണ്ടുതരുന്നു. ഞമ്മക്ക് ഒരു ഇതില്ല. കണ്ണൂര് എൻ്റെ വീടിന്റെ തൊട്ടയലോകത്തുള്ള ചക്കര കണ്ണൂരിൽ നിന്ന് കുത്തി കൊന്നത്. ഇതിന് പോലും ആരും ഒരു റെസ്പോണ്ട് ചെയ്തില്ല. പോലീസുകാർ ഉണർന്നിരിക്കാതെ അവർ ചെയ്യുന്നത് മോശമാണെന്നല്ല പറയുന്നത്, നല്ല കാര്യമാണ്. അവർ ഇനിയും ചെയ്യണം. പക്ഷെ ഈ ജംഗ്ഷനിൽ സേഫായിട്ടൊരു സ്ഥലം വേണം. ഈ വണ്ടിക്കാർക്ക് എല്ലാവർക്കും കൂടെ കിടക്കാം. നമ്മളാകെ കിടക്കുന്ന പല സ്ഥലത്തുനിന്നും വരുന്നതാണ്. ശരിക്കും ഈ തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളില് പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ. ഉണ്ട്. അവിടെ എല്ലായിടത്തും പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ മാത്രമേ, കേരളത്തിൽ മാത്രമേ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തുള്ളൂ. ഇത് കണ്ട ആന്ധ്രാപ്രദേശേ കണ്ട ഹൈവേന്ന് ഇതാ പാർക്കിംഗ് ആണ്. കണ്ടുപഠിക്ക് നമ്മുടെ കേരളം കണ്ട അതാ ഏക്കർ കണക്കിന് ഇത് ഹൈവേ ആന്ധ്രാപ്രദേശ് പാർക്കിംഗ് കണ്ട എത്ര വണ്ടിക്ക് നിർത്താം. ഇവിടെ ഇതാണ് ഒരു ഇത്, എത്ര കാശ് കൊടുത്താലും ഇവിടെ നോ പ്രോബ്ലം. ഇതാണ് ബാത്റൂം എല്ലാം ഉണ്ട്. അതാ അവിടെ ആ ഷെഡ് കിടക്കാനുള്ളത്, ബാത്റൂം എല്ലാം ഫ്രീ. എത്ര ഇത് വേണമെങ്കിലും നിർത്താം. കേരളത്തിൽ മാത്രമേ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന സ്ഥലമില്ല തരും. ബാത്റൂം ഫെസിലിറ്റി എല്ലായിടത്തും കിട്ടും. നമ്മളൊരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഫുൾ സർവേയിൽ ക്യാമറയാണ്, അതെല്ലാം ഉണ്ട്. ഇവിടെ മാത്രമേ എതിർക്കും. ഞാൻ പോകാത്ത രാജ്യങ്ങൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, തെലുങ്കാന അവിടെയൊക്കെ പാർക്കിംഗ് ഏരിയകൾ ഉണ്ടല്ലോ. ഉണ്ട്. എല്ലായിടത്തും പാർക്കിംഗ് ഏരിയകളുണ്ട്. നമുക്ക് ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒരു അരമണിക്കൂർ ഉറങ്ങാനുള്ള സൗകര്യം നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇവിടെ മാത്രമില്ല.
എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവരിപ്പം ചെയ്ത് വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരിപ്പം നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, അതായത് നമ്മള് കുതിരാൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 3 വരി പാതയാണ്. അത് കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 2 വരി പാതയായി. ഈ 2 വരി പാതയില് ബൈക്ക് ഓടുന്നുണ്ട്, കാർ ഓടുന്നുണ്ട്, ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറെ സിഗ്നലുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ലോറിക്കാർക്ക് ഈ സാറിന് ലക്ഷ്യസ്ഥാനം എത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ ആ രീതി ചെയ്തു തരുന്നില്ല. ഇത് ചെയ്തു തരാത്തിന്റെ കാര്യം, ഇവര് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് പറയുന്നതിന് 1000 രൂപ ഫൈനാ. 1000 രൂപ ഫൈൻ അടിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ സർവീസ് റോഡുകളല്ലേ? ഉണ്ട്, സർവീസ് റോഡുകളുണ്ട്. റോഡിലൂടെയല്ലേ ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളൊക്കെ പോകുന്നത്. ആ വഴിക്കാ പോകുന്നത്. ആ വഴിക്കാ പോകുന്നത്. ഇപ്പം നിസാര ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇവിടുന്ന് ലോഡ് കയറ്റി ഇപ്പൊ പോകുവാണെങ്കിൽ, അഹമ്മദാബാദിലേക്ക് പോവുകയാണെങ്കിൽ, അവിടുന്ന് കുറെ വഴികളുണ്ട്. ആ വഴിക്കൂടെ ബൈക്കുകാര് അവരവരുടെ വഴിക്ക് പോകുന്നു. സർവീസ് റോഡിൽ കൂടെ കയറിയാ പോകുന്നു. ഇവിടെ അതിനകത്ത് നേരെ തിരിച്ചാവുള്ളേ. ഇവിടെ എന്ന് പറയുമ്പോ വണ്ടീനോട് അടുപ്പിച്ചിട്ടാ പോകുക. ഇവിടെ വന്നു കഴിയുമ്പോഴത്തെ വണ്ടീന്റെ മുമ്പിൽ കൊണ്ട് ചവിട്ടിയിട്ട് തിരിക്കുക. തട്ടി കഴിയുമ്പോൾ പറയുമ്പോ ഡ്രൈവർ വെള്ളം അടിച്ചു. ആ ഒരു പറച്ചില പറയാ, ഡ്രൈവർ വെള്ളം അടിച്ചു. ഇപ്പൊ തൃശ്ശൂർ നടന്ന സംഭവം, അത് ഡ്രൈവറും ക്ലീനറും വെള്ളം അടിച്ചിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവര് ചിന്തിക്കുന്നത് എല്ലാരും അതുപോലെയാണെന്നാ ചിന്തിക്കുന്നത്. എല്ലാവരും അതുപോലെ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെന്താ പറയണ്ടേ? നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ, നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. എല്ലാരും പിടിക്കാൻ പാടില്ല. പിടിച്ചോട്ടെ, ടെസ്റ്റ് ചെയ്തോളോ, വിട്ടോളൂ. ഇതേപോലെ ഫൈൻ വരും. ഇതേപോലെ പാർക്കിംഗ് ഏരിയ കിടക്കും. നമുക്ക് എന്തെങ്കിലും സേഫ് ഉണ്ടാവും. ഇപ്പൊ ആരും സംസാരിക്കാത്തൊരു കാര്യമാണ്, കണ്ണൂര് നമ്മുടെ ചെക്കൻ മരിച്ചു. എന്റെ തൊട്ട അയലോക്കത്തുള്ള ചെക്കനാ, അവൻ മരിച്ചു. അവരെ കുത്തിക്കൊന്നതാ, കള്ളന്മാരെ കുത്തിക്കൊന്ന. ഇവിടെ വന്ന് എന്റെ ഫോണ് പോയി. ഇവിടുന്ന് ഈ 6 മണിക്കാ, പകൽ 6 മണിക്കാ ഇവിടുന്ന് ഫോണ് കൊണ്ടുപോകുന്നത്. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് എന്റെ ഫോണ് എന്താ വെച്ച് കഴിഞ്ഞാല് ചാർജിന് വെച്ച് കഴിഞ്ഞാല് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചാർജിന് വെച്ചിട്ട് ഞാൻ എന്റെ തലയണ അടക്കം മടക്കി വെച്ച ഫോണ് എടുത്തിട്ട് പോയി. ഇന്ന് എന്റെ മുതലാളി അടക്കം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരെ വിളിക്കുക? കേരളത്തിന് പുറത്താണെങ്കിൽ ഈ പറയുന്ന പോലെ പാർക്കിംഗ് ഏരിയ, എല്ലാ സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാല് ട്രക്ക് ലൂബെ എന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാല് അവിടെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ഫ്രീയാ. 10 ടോള് കൊടുക്കുന്ന റോഡില് ഉണ്ട്. അവിടെ ഫ്രീ ആണ്. ബാത്റൂമിൽ കയറുന്നതിന് 10 രൂപ കൊടുക്കണം, അവർ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി. ബാക്കിയെല്ലാം ഫ്രീ. ഇവിടെ റോഡിന്റെ സൈഡില് ഫ്രീ അല്ല. റോഡിന്റെ സൈഡില് നമ്മളെ നോക്കണം, മറ്റുള്ളവരെ നോക്കണം. ഒരു സൈഡിൽ വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15,000 രൂപ 13,000 രൂപ ഫൈനാ. നമ്മളെന്ത് ചെയ്യണ്ടേ? ഇത് മുതലാളിമാരോട് പറയാൻ പറ്റുമോ? എന്നാലും അവര് ചോദിക്കുന്നതിനാ, നിങ്ങൾ എന്തിനാ അവിടെ ഇട്ടെന്ന് ചോദിക്കുക. ഇതാണ് അവസ്ഥ. ഇത് ഒരു ലോറിക്കാരന്റെ അവസ്ഥയാണ്.